ഹദീസിന്റെ കിതാബാ? അതൊരു ചരിത്ര കിതാബ്. ഖസ്തല്ലാനി എഴുതിയ ഒരു ചരിത്ര ഗ്രന്ഥം അതിനുണ്ട്. അത് ഹദീസിന്റെ കിതാബല്ല. അപ്പൊ സനദ് സഹിതം ഹദീസ് ഉദ്ധരിക്കുന്ന ഒരൊറ്റ കിതാബിലും അതില്ല. സൗദി അറേബ്യയിൽ നിന്ന് ദാറുൽ ഇഫ്ത പുറത്തിറക്കുന്ന മഹബ്ബത്തുർ റസൂൽ എന്ന പുസ്തകത്തിൽ കാണാം, വഹാദൽ ഹദീസു മക്ദൂബുൻ ലാ അസ്ല ലഹു വമൻസൂബൻ സൂറൻ ഇലാ മുസന്നഫ് അബ്ദുർ റസാഖ് വലൈസ ഫീഹി. ഈ ഹദീസ് വ്യാജമാണ്, ഇത് ഒരു ഗ്രന്ഥത്തിലും ഇല്ലാത്തതാണ്. മുസന്നഫ് അബ്ദുർ റസാഖിൽ ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടെന്ന് വ്യാജമായി ചേർത്തി പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ആ ഗ്രന്ഥത്തിൽ അതില്ല. വലാ റബാഹു അൻ വഹദും മിനൽ ഉലമാഇൽ മുഅ്തദ് ബിഹിം, പരിഗണനീയനായ ഒരൊറ്റ പണ്ഡിതനും അത് ഉദ്ധരിച്ചിട്ടില്ല. കമാ അന്നഹു ലൈസ മൗജൂദൻ ഫീ അയ്യിൻ മിൻ കുതുബി സുന്നത്തിൽ മുഅ്തമദ, അവലംബിക്കപ്പെടുന്ന ഒരൊറ്റ പ്രാമാണിക ഹദീസ് ഗ്രന്ഥത്തിലും ഇങ്ങനെ ഒരു ഹദീസ് ഇല്ലേ ഇല്ല. വർഷങ്ങളായി എഴുതിയിട്ട് ഇതുവരെയും ഒരൊറ്റ ഖുറാഫിക്ക് അത് കണ്ടിക്കാൻ സാധിച്ചിട്ടില്ല. ലോകാടിസ്ഥാനത്തിൽ ഖുറാഫികൾ പ്രചരിപ്പിക്കുന്ന കള്ളക്കഥയുടെ അടിസ്ഥാനം അഡ്രസ് ഇല്ലാത്തൊരു വാറോലയാണ് എന്ന് ഇതിൽ നിന്ന് തെളിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് ഞാൻ പയ്യന്നൂരിൽ വെച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, പയ്യന്നൂർക്ക് പിന്നെ പേരോട് വന്നിട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞ കാര്യം അത്. അന്ന് ഇയാൾ പറഞ്ഞെന്താറിയോ, മുസന്നഫ് അബ്ദുർ റസാഖ്, അത് ഖസ്തല്ലാനി കണ്ട മുസന്നഫിന്റെ കോപ്പി നിങ്ങൾ കൊണ്ടുവന്നാൽ ഞാൻ തൊട്ട് കാണിക്കാം. എങ്ങനെയുണ്ട്? അപ്പൊ ഇപ്പൊ നിലവിലുള്ള മുസന്നഫ് ഇതൊന്നുമില്ല എന്ന് മൂപ്പർക്ക് മനസ്സിലായി. അപ്പൊ ഖസ്തല്ലാനി ആ കിതാബ് എഴുതിയ കാലത്ത് മൂപ്പര് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ കോപ്പി നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കണമെന്ന്. എങ്ങനെയുണ്ട്? ഇപ്പം പറഞ്ഞതിന് തെളിവ് നമ്മളെ കൊണ്ടിട്ടുണ്ട്. താൻ കൊണ്ടുപോകണോ? താനല്ലേ പറഞ്ഞത് ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടെന്ന്? താൻ എവിടെയാ തപ്പിപ്പിടിച്ച് കൊണ്ടെന്ന്? ഇപ്പൊ ഈ അടുത്ത കാലത്ത് വേറൊരു കൗതുക വാർത്ത കേട്ടിരുന്നു. മുസന്നഫിന്റെ ഒരു പഴയ കയ്യെഴുത്ത് കോപ്പി മർക്കസിൽ കിട്ടിയിട്ടുണ്ട്. മേശന്റെ ഉള്ളിലാണ് വെച്ചാൽ പുറത്തേക്ക് എടുക്കണ്ട, മനുഷ്യന്റെ ഇടയ്ക്ക് ഇറക്കാൻ പറ്റൂല അത്. അങ്ങനെ പല കയ്യെഴുത്തുകൾ ഉണ്ടാക്കുന്നുണ്ട്. കിതാബിൽ തിരുമറി നടന്ന പരിപാടിയുള്ളവരങ്ങള് ലോകത്ത് മുഴുവൻ പ്രചരിച്ചിട്ടുള്ള മുസന്നഫിന്റെ കോപ്പിയിൽ എവിടെയും ഇങ്ങനെ ഒരു ഹദീസ് തന്നെ ഇല്ല. അപ്പൊ നിങ്ങൾ കൊണ്ടുവരും മുസന്നഫ്, നിങ്ങളാ കൊണ്ടുണ്ട്, ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കണം. അൽ ബയ്യിനത്തു അലൽ മുദ്ദഈ, ഒരു വാദം ഉന്നയിച്ചവനാണ് അതിന്റെ തെളിവ് കൊണ്ടുവരേണ്ടത്. ഇല്ല എന്ന് പറയാൻ പ്രത്യേക തെളിവൊന്നും വേണ്ട, ഇല്ലായിരുന്നാ മതി. സത്യം ചെയ്താണയിട്ട് ഞങ്ങൾ പറയുന്നു അങ്ങനെ ഒരു ഹദീസ് ഇല്ല. ഞങ്ങൾ ആവർത്തിച്ച് നിഷേധിക്കുന്നു. പയ്യന്നൂരിൽ ഞാൻ നിഷേധിച്ചു, പേരോട് പിന്നെ ആ വൈക്കന്നെ വന്നില്ല. കാരണം നാട്ടുകാർ കൊണ്ടുവരാൻ തീരുമാനിച്ച ഇയാളെ കൊണ്ടുവന്നാ മുജാഹിദ് പള്ളിയിൽ ഇനി ആള് കൂടും. മൻ ഹദ്ദസ അന്നി ബിഹദീസിൻ യുറാ അന്നഹു കദിബുൻ ഫഹുവ അഹദുൽ കാദിബൈൻ. ഇമാം മുസ്ലിം മുഖദ്ദിമയിൽ തന്നെ ഉദ്ധരിക്കാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ സംബന്ധിച്ച് ഒരു ഹദീസ് ആരെങ്കിലും ഉദ്ധരിച്ചാൽ, ഒരു ഹദീസ് പറഞ്ഞാൽ, റിവായത്ത് ചെയ്താൽ അത് കളവാകാൻ സാധ്യതയുണ്ടെന്ന് അയാൾക്ക് തോന്നുമെങ്കിൽ അയാൾ രണ്ടു കള്ളന്മാരിൽ ഒരാളാണ്. കളവാന്ന് ഉറപ്പില്ല, ഒരു തോന്നൽ, സാധ്യത, എങ്കിൽ പോലും അവൻ രണ്ടു കള്ളന്മാരിൽ ഒരു കള്ളനാണ്. ഒന്നാമത്തെ കള്ളത് ഉണ്ടാക്കിയോൻ, രണ്ടാമത്തെ കള്ളൻ ഇത് പ്രചരിപ്പിക്കണോൻ. കണ്ടോ? അപ്പൊ പേരോട് കള്ളനാണെന്ന ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. എന്നു മാത്രമല്ല, ബൈഹഖി, ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ സുനനുൽ കുബ്രയിലും അസ്മാ സിഫാത്തിലും ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിന്റെ എതിരായത്, ഇന്ന അവ്വല ശൈഇൻ ഖലഖഹു അല്ലാഹു തആല അൽ ഖലം, അല്ലാഹു ആദ്യം സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹുവിന്റെ എഴുത്തു യന്ത്രമാണ്. വഅമറഹു അൻ യക്തുബ കുല്ല ശൈഇൻ യകൂൻ, ഉണ്ടാകാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും എഴുതുവാൻ ആ കലമിനോട് അല്ലാഹു കൽപ്പിച്ചു. അപ്പൊ കലമാണ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഈ ഹദീസിൽ പറയുന്നു. അതിന് നേരെ എതിരാണിത്. റസൂലുള്ളാഹിന്റെ പ്രകാശമാണ് ആദ്യത്തെ സൃഷ്ടിക്കപ്പെട്ടെന്ന് ഖുർആനിൽ അവിടെയില്ല, റസൂലുള്ളാഹിന്റെ ഹദീസിലുമില്ല. സ്വഹീഹായ ഹദീസിന്റെ എതിരുമാണ്. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രകാശ സൃഷ്ടിയാണ് എന്ന് പറയുന്നതും ഹദീസിനെതിരാണ്. ഇമാം മുസ്ലിം കിതാബ് സുഹൂദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശത്തിൽ നിന്നാണ്. വഖുലികൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ, തീയിന്റെ ജ്വാലയിൽ നിന്നാണ് ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടത്. വഖുലിക ആദമു മിമ്മാ ഖദ് വസിഫ ലക്കും, നിങ്ങൾക്ക് വിവരിച്ചു തരപ്പെട്ടതായ ഖുർആനിൽ പറഞ്ഞ മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പൊ മലക്കുകളാണ് പ്രകാശത്തിൽ സൃഷ്ടിക്കപ്പെട്ടത്. ഞാൻ മലക്കുകളെ പോലെയാണെന്നോ, ഞാൻ പ്രകാശ സൃഷ്ടിയാണെന്നോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ നമ്മുടെ സമസ്തക്കാര് അവരെ 3-ാം ക്ലാസ്സിൽ എന്താ പഠിപ്പിക്കണേ? അൽ കിതാബുൽ അവ്വൽ ഫി താരീഖിർ റസൂൽ എന്ന പുസ്തകത്തിൽ 5, 3, 8 വയസ്സായ കുട്ടികളെ മണ്ടയ്ക്ക് അടിച്ചു കയറ്റുന്ന കാര്യങ്ങള്
അത് നബി തങ്ങളുടെ പ്രകാശം. നബി തങ്ങളുടെ പ്രകാശമാണ് അല്ലാഹു ആദ്യം സൃഷ്ടിച്ചത്. ആ പ്രകാശത്തിൽ നിന്നാണ് മറ്റ് ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. എന്താ ചരാചരം തന്നെ? ചലിക്കുന്നതും ചലിക്കാത്തതും. അപ്പൊ ശൈത്താനും കുരങ്ങും പന്നി കാഷ്ടവും മൂത്രവും വേശിയും ഒക്കെ നബിയുടെ പ്രകാശത്തിനാണ്ടത്. നഊദു ബില്ലാഹ്. ചെറിയ കുട്ടികളെ മനസ്സിൽ പഠിക്കയറ്റ അടിച്ചു കയറ്റ ആളുകൾ എന്ത് വിചാരിക്കും? ഏതെങ്കിലും ഒരു മദർസി പറഞ്ഞാച്ചാ പോരെ, ഇനിയിപ്പൊ അത് സുന്യ മുജാഹിദ് നോക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഖുർആൻ ഓതാനും നിസ്കരിച്ചാനും പഠിച്ചോട്ടിച്ചിട്ട് അയക്കണത് ആ കുട്ടികളെ മണ്ടയിലേക്ക് ഈ പൊട്ടത്തരമാണ് അടിച്ചു കയറ്റുന്നത്. നബി ഒരു പ്രകാശമാണെന്ന, ഒരു പ്രകാശഗോളം പോലെ, ഒരു വലിയ ട്യൂബ്ലൈറ്റ് പോലെ, ഒരു ഗ്യാസ് ലൈറ്റ് പോലെയാണ് അള്ളാന്റെ റസൂൽ എന്നാണ് ഈ മുസ്ലിയാക്കന്മാർ ഇന്നും പ്രചരിപ്പിക്കുന്നത്.